ഇതാണ് വേനലിൻ്റെ കാഠിന്യം. കുന്നൂന്നിലത്തോട് ഈ ചെക്ക് ഡാം വെള്ളം വറ്റി വരണ്ട് കിടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. രണ്ട് തോടുകൾ കൂടിച്ചേർന്നതാണ്. ഈ കാണുന്നത് വേറൊരു തോട്. ഇത് കുന്നൂം തോടും ഈ കാണുന്ന തലപ്പുഴത്തോടും രണ്ടും ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. എന്നാൽ തലപ്പുഴത്തോട്ടിൽ മാത്രം തുടക്കത്തിൽ കുറച്ച് വെള്ളമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ തോട് ഉണങ്ങി വരാൻ കാരണം? അത് പഠിക്കേണ്ട കാര്യം. പഴയ കാലത്ത് ഈ സമയത്ത് ധാരാളം വെള്ളമുണ്ടായിരുന്ന തോടാണിത്. ഇവിടെ ഈരാറ്റുപേട്ടയിൽ നിന്നും വള്ളത്തേൽ വന്ന് കൊപ്രായും മറ്റും എടുത്തുകൊണ്ട് പോകുന്ന കാലഘട്ടമുണ്ടായിരുന്നു. ഏത് വേനൽ വന്നാലും ഇവിടെ വെള്ളവും ഉണ്ടായിരുന്നു. പക്ഷേ റബ്ബർ കൃഷി തുടങ്ങിയതോടുകൂടിയാണ് ഈ തോടുകളൊക്കെ ഉണങ്ങി വരളാൻ തുടങ്ങിയത്. റബ്ബർ കൊണ്ട് ദൂഷ്യം, റബ്ബർ നമ്മൾ വെട്ടി അല്ലെങ്കിൽ ടാപ്പ് ചെയ്ത് അതിൻ്റെ നീരെടുക്കുകയാണ്, കറയെടുക്കുകയാണ്. അപ്പം അതിന് വെള്ളം നഷ്ടപ്പെടുന്നു. അതനുസരിച്ച് റബ്ബർ മരം മണ്ണിൽ നിന്നും ജലാംശം വലിച്ചെടുക്കുന്നു അതിന് ജീവിക്കാൻ വേണ്ടി. പക്ഷെ ആരുടെയും കുറ്റമല്ല. കർഷകർക്ക് റബ്ബർ കൃഷിയില്ല വേറൊരു മാർഗവും ഈ പ്രദേശങ്ങളിൽ, കോട്ടയം ജില്ലകളിൽ ഇല്ല. കർഷകരെയും കുറ്റം പറയാൻ പറ്റുകയില്ല. മഴക്കാലത്ത് ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴക്കാലത്ത് ഒരു ആനകളെ പോലും ഒഴുക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ശക്തിയേറിയ ഒഴുക്ക് ഇവിടെയുള്ളതാണ്. ഇപ്പോൾ കിടക്കുന്നത് ഇത് മണലൊക്കെ വാരുന്നുണ്ട് ആൾക്കാർ. മണൽ വാരിൻ്റെ കുഴിയാണ് ഈ കാണുന്നത്. ഇതാണ് മണൽ. മൊത്തം വരണ്ട് കല്ലുകളും മാത്രം കിടക്കുന്നു. വെള്ളത്തിന് വേണ്ടി ജനങ്ങൾ ചാക്കുകൾ മണൽ നിറച്ച് ഉണ്ടാക്കിയിരിക്കുന്നതായി കാണുന്നത്. പക്ഷേ വെള്ളമില്ല, എല്ലാം വരണ്ട് കിടക്കുകയാണ്. ഇതാണ് കുന്നൂന്നിത്തോട്.